നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉദ്ധവനെ വൃന്ദാവനത്തിലേക്ക് അയക്കാൻ ഭഗവാൻ പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് വൃന്ദാവനം വരെ പോയിട്ട് വരണം. അച്ഛൻ, അമ്മ, എന്റെ കൂട്ടുകാര്, ഗോപസ്ത്രീകൾ ഒക്കെ എന്നെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെയൊക്കെ അങ്ങ് ആശ്വസിപ്പിക്കണം. പിത്രോർണവും പ്രീതിമാവഹ. ഒരുപക്ഷെ അങ്ങയുടെ സ്വന്തം വാക്കുകളെ കൊണ്ട് ഗോപസ്ത്രീകളെ ആശ്വസിപ്പിക്കാൻ പറ്റിയില്ല എന്ന് വരാം. അങ്ങനെ വരികയാണെങ്കിൽ എന്റേതായ ഈ സന്ദേശം അവരെ കേൾപ്പിക്കുക. അവർക്കുള്ള സന്ദേശവും ഉദ്ധവനെ ഏൽപ്പിച്ചു. അദ്ദേഹം മഥുരാപുരിയിൽ നിന്ന് പുറപ്പെട്ടു. വൃന്ദാവനത്തിലെത്തി. നന്ദഗോപര് ഭംഗിയായിട്ട് ഉദ്ധവനെ സൽക്കരിച്ചു. കൃഷ്ണൻ വന്നാൽ എത്ര സന്തോഷിക്കുവോ അത്രയും സന്തോഷിച്ചു അദ്ദേഹം. സൽക്കരിച്ചിരുത്തിക്കൊണ്ട് മധുരയിലെ വൃത്താന്തങ്ങൾ ഓരോന്ന് അദ്ദേഹം ചോദിച്ചു. പ്രത്യേകിച്ച് കൃഷ്ണനെപ്പറ്റി. അവിടെ കൃഷ്ണൻ സുഖമായിട്ടിരിക്കണു എന്നറിഞ്ഞാൽ മതി, എന്നാൽ തന്നെ ഞങ്ങൾക്ക് സുഖാവും. അങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എല്ലാ സമയത്തും ഞങ്ങൾക്ക് കൃഷ്ണനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ വിചാരം. കൃഷ്ണനെ ഓർത്ത് ഞങ്ങൾക്ക് നേരാനേരത്ത് ആഹാരം കഴിക്കാനും പറ്റണില്ല, കിടന്ന് ഉറങ്ങാനും പറ്റണില്ല. ഇങ്ങനെ എത്ര കാലം ഉറക്കം കൂടാതെയും ആഹാരം കൂടാതെയും ജീവിക്കേണ്ടി വരും എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇത് കേട്ടപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്ത കൂട്ടത്തിലാണല്ലോ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൃഷ്ണനെ ഓർക്കുക എന്ന് വെച്ചാൽ അത് തന്നെ ഭാഗ്യം എന്ന അറിവുള്ളവർ പറയാറുണ്ട്. അച്ഛനും അമ്മയ്ക്കും എല്ലാ സമയത്തും കൃഷ്ണനെ ഓർമ്മ വരണു എന്നല്ലേ പറഞ്ഞത്. ഇതിൽ പരം എന്തുണ്ട് ഒരു ഭാഗ്യം? കൃഷ്ണൻ എന്ന് വെച്ചാൽ പുത്രനാണ് എന്ന് മാത്രം ഓർത്താൽ പോരാ, ഈശ്വരനാണ് എന്നും കൂടി ഭാവന ചെയ്യുക. ഈശ്വരൻ എവിടെയായില്ലാത്തത്? മധുരയിലുള്ളതുപോലെ ഈ വൃന്ദാവനത്തിലുണ്ട്. നമ്മുടെ മേലും കീഴും ഇടത്തും വലത്തും ഉള്ളിലും പുറത്തും ഒക്കെ ഈശ്വരനുണ്ടല്ലോ. ഈശ്വരനായിട്ട് കൃഷ്ണനെ ഭാവന ചെയ്യൂ. എന്നാൽ കൃഷ്ണനോടുള്ള വിയോഗത്തിന്റെ ദുഃഖം അച്ഛനെയും അമ്മയും ബാധിക്കില്ല. നന്ദഗോപര് സമ്മതിച്ചു. ഞങ്ങൾക്കറിയാം ഈശ്വരനാണ് കൃഷ്ണൻ എന്ന്. സാധാരണ മനുഷ്യന് ചെയ്യാൻ സാധിക്കണ കാര്യങ്ങളല്ല കൃഷ്ണൻ ഇവിടെ ചെയ്തത്. തീയെടുത്ത് കുടിക്കാനും കുന്നെടുത്ത് പൊക്കിപ്പിടിക്കാനും ഒരു സാധാരണ മനുഷ്യന് പറ്റില്ല. കൃഷ്ണൻ ഇതൊക്കെ ചെയ്യണത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. എന്നാലും പറ്റുമോ ഞങ്ങൾക്ക് കൃഷ്ണനെ ഈശ്വരനായിട്ട് ഭാവന ചെയ്യാൻ? ഈ കൈകൊണ്ടല്ലേ വെണ്ണയും പാലും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നത്? ഇത് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കണ്ണിൽ 2 തുള്ളി വെള്ളം പൊടിഞ്ഞു. ഉദ്ധവൻ പിന്നെയും ഉപദേശിച്ചു. പുത്രനായി വിചാരിക്കാം, പക്ഷെ അങ്ങനെ മാത്രം വിചാരിക്കരുത്, ഈശ്വരനായി തന്നെ ഭാവന ചെയ്യണം. ഇതാണ് ഉദ്ധവൻ ഉപദേശിച്ചതിന്റെ ചുരുക്കം. അങ്ങനെ പറഞ്ഞ് നേരം വിളിച്ചായി. അദ്ദേഹം പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞു നേരെ ഗോപസ്ത്രീകളുടെ അടുക്കലേക്കും പുറപ്പെട്ടു. അവര് കേട്ടു, തലേ ദിവസം ആരോ ഒരാള് തേരുമായിട്ട് വന്നിട്ടുണ്ട് പട്ടണത്തിൽ നിന്ന്. ആരാ അത്? അക്രൂര ആഗതാക്കിയും വാ. പഴയ അക്രൂരൻ തന്നെ ആയിരിക്കുമോ? അവരിതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഉദ്ധവന്റെ വരവ്. ആദ്യം കണ്ടപ്പോൾ അവർക്ക് എന്താ തോന്നിയതെന്നോ? കൃഷ്ണനാണ് വരണതെന്ന് അങ്ങോട്ട് തോന്നിപ്പോയി. തം വീക്ഷ്യ. അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് കൃഷ്ണാനുചരം വ്രജസ്ത്രീയ, കൃഷ്ണന്റെ അനുചരനാണ് എന്ന്. അവരും കേട്ടിട്ടുണ്ട് ഉദ്ധവൻ എന്ന ഒരാളെ കുറിച്ച്. ഉദ്ധവൻ കൈകൂപ്പിക്കൊണ്ട് അടുക്കലേക്ക് ചെന്നു. അവരും വന്ദിച്ചു. എന്നിട്ട് ചോദിച്ചു, മധുരയിൽ നിന്നാണ് വരണത് അല്ലേ? അതെ. ഉദ്ധവൻ എന്നാണ് പേര് അല്ലേ? അതെ. ഈ വൃഷ്ണികളുടെയൊക്കെ പ്രധാനമന്ത്രി? അതെ, ഞാൻ തന്നെ. പിന്നെ ഇപ്പോ ഇങ്ങോട്ട് വന്നത് അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ പറഞ്ഞയച്ചിട്ടാവും അല്ലേ? ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല ഉദ്ധവൻ. കാരണം ഈ ചോദ്യത്തിന്റെ ഉള്ളിലൊരു പരുഷമായൊരു ഭാവമുണ്ട്. അത് ആ സ്വരത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. ഞങ്ങളെയൊക്കെ കൃഷ്ണൻ മറന്നു അല്ലേ എന്നുള്ള മട്ടിലാണ് ഈ ചോദ്യം. ഉദ്ധവനൊന്നും മിണ്ടിയില്ല. അവർക്ക് ഒരുപാട് പറയണമെന്നുണ്ട്. അവർക്ക് വല്ലാത്ത പ്രതിഷേധമുണ്ട്.
വരാം എന്ന് പറഞ്ഞിട്ടാണല്ലോ കൃഷ്ണൻ ഇവിടുന്ന് പോയത്. വന്നില്ല. തങ്ങളെ ആശ്വസിപ്പിക്കാൻ അവിടുന്ന് ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അതിലാണ് അവർക്ക് പ്രതിഷേധം. പക്ഷെ ആ പ്രതിഷേധം എങ്ങനെയാണ് പറയേണ്ടത്, എവിടുന്നാണ് തുടങ്ങേണ്ടത്, എവിടെ അവസാനിപ്പിക്കേണ്ടതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഉള്ളിലിങ്ങനെ വല്ലാത്ത ഒരു തിങ്ങല്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വണ്ട് ഇങ്ങനെ പറന്ന് വന്ന് ഒരു ഗോപിയുടെ കാലുമൽ വന്നങ്ങോട്ടിരുന്നു. അതോടെ ആ ഗോപി അങ്ങോട്ട് പൊട്ടിത്തെറിച്ചുല്ലോ, അങ്ങോട്ട് ശകാരിക്കാൻ തുടങ്ങി. വന്ദിനിയാണ് ശകാരിച്ചത്. പക്ഷേ ആ ശകാരിക്കാൻ ഉപയോഗിച്ച ഓരോ വാക്കും ഓരോ വാചകവും കൃഷ്ണന്റെ മേലാണ് ചെന്ന് കൊള്ളണതെന്ന് മാത്രം. ഉദ്ധവൻ എല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിന്നു. പ്രതിഷേധിച്ചും ദേഷ്യപ്പെട്ടും ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി അങ്ങോട്ട് പറയരുത്. പറഞ്ഞാൽ ദേഷ്യവും പ്രതിഷേധവും കൂടുകയുള്ളൂ. പറയാനുള്ളതെല്ലാം പറയട്ടെ എന്ന് വിചാരിച്ച് ഉദ്ധവൻ കാത്തു നിന്നു. കുറെ നേരം വണ്ടിനെ ശകാരിക്കുക കഴിഞ്ഞപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന പ്രതിഷേധം കുറേ അങ്ങോട്ട് ഒഴുകിപ്പോയി. ഉദ്ധവൻ അവരോട് സംസാരിച്ചു. ഭഗവാൻ തന്നയച്ച സന്ദേശം അവരെ കേൾപ്പിച്ചു. നമ്മൾ തമ്മിൽ വേർപെടലില്ല എന്നാണ് ഭഗവാൻ കൊടുത്തയച്ച സന്ദേശത്തിന്റെ ചുരുക്കം. വേർപെടാൻ സാധ്യമാവില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആശ്രയമായ വസ്തുവിൽ നിന്ന് അന്യമായ നിലനിൽപ്പ് ആശ്രയികളായ വസ്തുക്കൾക്കില്ല. ഇതാണ് ഭഗവാൻ എഴുതിയിരിക്കുന്നത് ആ സന്ദേശത്തിൽ. ആശ്രയമായ വസ്തുവിൽ നിന്ന് അന്യമായ നിലനിൽപ്പ് ആശ്രയികളായ വസ്തുക്കൾക്ക് ഇല്ല. എല്ലാവരിലും പ്രത്യേകാത്മാവായി വർത്തിക്കുന്നത് ഞാനാണ്. ആ എന്നെ ആശ്രയിച്ചാണ് മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ശരീരം ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. എന്നിരിക്കെ എന്നോട് വേർപെടുക എന്നത് സാധിക്കുമോ? ഇല്ല എന്ന് തീർച്ച. ഇങ്ങനെയൊക്കെ ഭഗവാൻ ഗോപസ്ത്രീകൾക്ക് സന്ദേശം കൊടുത്തയച്ചു. ഉദ്ധവൻ ഇതൊക്കെ അവരെ കേൾപ്പിച്ചു. ഇതൊന്നും അവർക്ക് മനസ്സിലായില്ല. ചിലര് ഇത് കേട്ടോ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ അതൊന്നും കേൾക്കണ്ട. താഹക്കിം നിശാസ്മരതി. ഈ രാസലീലാ മണ്ഡപത്തിൽ ഞങ്ങളോടുകൂടി കൃഷ്ണൻ അനവധി ദിവസം ആടി പാടി രസിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ രാസലീലാ മണ്ഡപത്തിനെ പറ്റി, ആ രാത്രികളെ പറ്റി, ഈ ഞങ്ങളെ പറ്റി വല്ലതും പറയാറുണ്ടോ? ചിലര് ഇങ്ങനെ ചോദിച്ചപ്പോൾ വേറെ ചിലർ പറഞ്ഞു, നമ്മളെപ്പറ്റി ഒന്നും സംസാരിക്കാറുണ്ടാവില്ല. ഇപ്പോൾ ആള് നഗരത്തിലല്ലേ താമസിക്കണത്, നഗരത്തിൽ സുന്ദരിമാര് ധാരാളമുണ്ടല്ലോ, പിന്നെന്തിനാ നമ്മള് എന്ന് ചിലര്. അപ്പോൾ വേറെ ചിലർ കൂട്ടിച്ചേർത്തു, എന്നാലും വരും എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണൻ ഇവിടുന്ന് പോയത്. അതുകൊണ്ട് വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. ഒരു പ്രതീക്ഷ ഉണ്ടാവുക, ആ പ്രതീക്ഷ നിറവേറാതെ കണ്ടിരിക്കുക എന്ന് വന്നാൽ എന്നും ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്നും ഞങ്ങൾക്കറിയാം. അങ്ങനെ പണ്ട് പിങ്കള എന്നു പേരുള്ളൊരു വേശ്യാസ്ത്രീ പാടിയിട്ടുണ്ടെന്ന് അങ്ങനെയും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ചിലരിങ്ങനെ പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് ഏത് കണ്ടാലും കൃഷ്ണനെയാണ് ഓർമ്മ വരിക. ഗോവർദ്ധനം കണ്ടാലും, കാളിന്തിപ്പുഴ കണ്ടാലും, പശുക്കളെ കണ്ടാലും, പശുക്കുട്ടികളെ കണ്ടാലും പുനഃസ്മരയന്തി. കൃഷ്ണനെ തന്നെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. കൃഷ്ണനെ ഒന്നും മറക്കാൻ സാധിച്ചെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. മറക്കാനും കൂടി ഞങ്ങൾക്ക് സാധിക്കണില്ല. ഇത്രയും അങ്ങോട്ട് പറയുക കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും മനസ്സ് തേങ്ങിത്തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥ, ആർത്തിനാശന, മഗ്നമുദ്ധര ഗോവിന്ദ, ഗോകുലം വൃജിനർണവാൽ. വേഗം ഇവിടെ വന്ന് കൃഷ്ണ വൃന്ദാവനവാസികളെ രക്ഷിക്കണേ, ഇല്ലെങ്കിൽ വൃന്ദാവനം മുഴുവനും തേങ്ങി 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 കരഞ്ഞ് കരഞ്ഞ് ഇല്ലാതെ കണ്ടാവും. കുറെ നേരം അവർ കരഞ്ഞു. കരയണ്ട എന്ന് ഉദ്ധവൻ പറഞ്ഞില്ല, കുറച്ചു നേരം കരയട്ടെ. അവർക്ക് രണ്ട് വികാരമാണ് ഉണ്ടായിരുന്നത് കൃഷ്ണൻ തിരിച്ചു വരാത്തതിൽ. ഒന്ന് പ്രതിഷേധം. കുറെ ശകാരിക്ക കഴിഞ്ഞപ്പോൾ പ്രതിഷേധം കുറെ ഒഴുകിപ്പോയി. കുറെ കരയ കഴിഞ്ഞപ്പോൾ ദുഃഖവും കുറെ പോയി. മനസ്സ് മുമ്പത്തേക്കാൾ കുറച്ചും കൂടി തെളിഞ്ഞു. ഉദ്ധവൻ ഭഗവാന്റെ സന്ദേശം ഒരിക്കൽ കൂടി അവരെ കേൾപ്പിച്ചു. ആശ്രയമായ വസ്തുവിൽ നിന്ന് അന്യമായ നിലനിൽപ്പ് ആശ്രയികളായ വസ്തുക്കൾക്കില്ല. എല്ലാവരിലും പ്രത്യേകാത്മാവായി വർത്തിക്കുന്നത് ഞാനാണ്. എന്നിരിക്കെ എന്നോട് വേർതിരിയ എന്നത് സാധ്യമല്ല. മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയ്ക്ക് ഈ ആശ്രയമായ വസ്തു എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് സ്വർണത്തിനെ ആശ്രയിക്കാതെ കണ്ട് ആഭരണങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ?
ആഭരണത്തിൽ നിന്ന് സ്വർണം മുഴുവൻ ചുരണ്ടിക്കളഞ്ഞു നോക്കൂ. അപ്പോൾ ആഭരണമില്ല. അപ്പോൾ സ്വർണത്തിനെ ആശ്രയിച്ച് ആഭരണത്തിന് നിലനിൽപ്പുള്ളൂ. ഒരു കുടം മേടിച്ചിട്ട് അതിൽ നിന്ന് മണ്ണൊക്കെ ചുരണ്ടിക്കളഞ്ഞു നോക്കൂ. മണ്ണിനെ ആശ്രയിക്കാതെ കണ്ട് കുടത്തിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. ഇതുപോലെ ഭഗവാനാണ് ഈ പ്രത്യേകാത്മാവായിട്ട് വർത്തിക്കുന്നത്, ജീവനായിട്ട് വർത്തിക്കുന്നത്. ഈ ജീവനെ ആശ്രയിച്ചുകൊണ്ടല്ലേ ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന്, ബുദ്ധിക്ക് ഒക്കെ പ്രവർത്തനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രത്യേകാത്മാവിനും അന്ധക്കരണത്തിനും ഇന്ദ്രിയങ്ങൾക്കും വേർപിരിയുക സാധ്യമല്ല. ആ പ്രത്യേകാത്മാവ് ഞാനാണ്. ഇതാണ് ഭഗവാൻ കൊടുത്തയച്ച ആ സന്ദേശം. ഉദ്ധവൻ ഇത് ഗോപസ്ത്രീകളെ നല്ലോണം വിശദീകരിച്ച് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി. ഒടുക്കം അദ്ദേഹം തുടർന്നു. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു വെറും പുരുഷൻ എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കണു. അതുകൊണ്ടാണ് കൃഷ്ണനോടുള്ള വേർപാടിന്റെ വേദന അനുഭവപ്പെടുന്നത്. കൃഷ്ണനെ ഈശ്വരനായിട്ട് ഭാവന ചെയ്യൂ. ഈശ്വരനായിട്ട് ഭാവന ചെയ്താൽ പിന്നെ വേർപാട് ഇല്ലാതെ കണ്ടാവും. ഈശ്വരൻ എവിടെയാ ഇല്ലാത്തത്? എല്ലായിടത്തും ഉണ്ട്. കൃഷ്ണൻ ഈശ്വരനാണ്. മധുരയിലുള്ളതുപോലെ തന്നെ ഈ വൃന്ദാവനത്തിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മേലുണ്ട്, കീഴുണ്ട്, ഇടത്തുണ്ട്, വലത്തുണ്ട്, ഉള്ളിലുണ്ട്, പുറത്തുണ്ട്. നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിലുണ്ടല്ലോ കൃഷ്ണൻ. നിങ്ങൾ സ്വന്തം ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കൂ. അവിടെ കൃഷ്ണനെ കാണാം. എല്ലാവരും കണ്ണടച്ച് അന്തർമുഖികളായി സ്വന്തം ഹൃദയത്തിലേക്ക് ഒന്നിങ്ങനെ നോക്കി. അപ്പോ അവർക്ക് അനുഭവപ്പെട്ടു, കൃഷ്ണൻ ഇവിടെ എങ്ങനെ ഇരിക്കണു, നമ്മൾ തമ്മിൽ ഒരിക്കലും വേർപെടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതോടുകൂടി കൃഷ്ണനോടുള്ള വേർപാടിന്റെ വേദന അവരുടെ മനസ്സിൽ നിന്ന് നീങ്ങി. ഈ ഒരനുഭവം പകർന്നു തന്നില്ലേ, അതിന്റെ പേരിൽ ഉദ്ധവനെ അവർ പൂജിച്ചു. വൃന്ദാവനത്തിൽ വെച്ച് കൃഷ്ണൻ എന്തെല്ലാം ചെയ്തു അതെല്ലാം അവര് ഉദ്ധവനെ കേൾപ്പിച്ചു. മധുരയിൽ ചെന്നതിന് ശേഷം ഭഗവാൻ ചെയ്തതെല്ലാം അദ്ദേഹം ഗോപികളെയും കേൾപ്പിച്ചു. ഇങ്ങനെ പകൽ സമയത്ത് ഗോപസ്ത്രീകളോടുകൂടി, രാത്രി സമയത്ത് അച്ഛനമ്മമാരോടുകൂടി ഉദ്ധവൻ കഴിച്ചുകൂട്ടി. അങ്ങനെ ഒരു 3 മാസം വൃന്ദാവനത്തില് പറഞ്ഞത് മുഴുവനും കൃഷ്ണകഥ, കേട്ടത് മുഴുവനും കൃഷ്ണകഥ. ഇങ്ങനെയായിരുന്നു ആ 3 മാസവും. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു നോക്കി, എന്തായി, തന്റെ ദൗത്യം അവസാനിച്ചുവോ എന്ന്. എന്താണ് ഭഗവാൻ തന്നെ ഏൽപ്പിച്ചേർന്നത്? പിത്രോർണവു പ്രീതിമാവഹ, അച്ഛനെയും അമ്മയും ആശ്വസിപ്പിക്കണം, ഗോപീഗോപാലന്മാരെയൊക്കെ സന്തോഷിപ്പിക്കണം. ഇതാണ് ഏൽപ്പിച്ചേർന്നത്. ഇപ്പോ കൃഷ്ണനെ ഓർത്ത് ഈ വൃന്ദാവനത്തിൽ ആരും കരയണില്ല. അപ്പൊ തന്റെ ദൗത്യം അവസാനിച്ചു. ഭഗവാൻ ഏൽപ്പിച്ചത് താൻ വേണ്ട പോലെ നിറവേറ്റിയിരിക്കുന്നു. അദ്ദേഹം അപ്പൊ തന്നെ അവിടുന്ന് യാത്രയാവുകയും ചെയ്തു. ഭഗവാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. വൃന്ദാവനത്തിലേക്ക് പിന്നെ തിരിച്ചു വന്നത് എങ്ങനെയായിരുന്നു? അങ്ങോട്ട് പോയപ്പോൾ കൃഷ്ണൻ ആരായിരുന്നു? ഓരോരുത്തർക്കും ഓരോന്നായിരുന്നു. യശോദയ്ക്കും നന്ദഗോപർക്കും മകനായിരുന്നു, ഗോപസ്ത്രീകൾക്ക് ജാരപുരുഷനായിരുന്നു, കൂട്ടുകാർക്ക് കൂട്ടുകാരനായിരുന്നു. ഇങ്ങനെ പലർക്കും പലതായിരുന്നു. ആ നിലയിൽ ഭഗവാൻ പിന്നീട് ഈ വൃന്ദാവനത്തിലേക്ക് വരികയുണ്ടായില്ല. പിന്നെ വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ വന്നത് എങ്ങനെയായിരുന്നു? എല്ലാവരിലും പ്രത്യേകാത്മാവായി വർത്തിക്കുന്നത് കൃഷ്ണനാണ് എന്ന ജ്ഞാനസ്വരൂപേണ ആണ് തിരിച്ച് ഇങ്ങോട്ട് വന്നത്. ഉദ്ധവൻ യാത്രയായി, തേരിൽ കയറി. ഗോപീഗോപാലന്മാര് അദ്ദേഹത്തിനെ യാത്രയാക്കി. എല്ലാവർക്കും വേണ്ടി 2 വാക്ക് അദ്ദേഹം സംസാരിച്ചു. നന്ദഗോപര്, മനസ്സോ വൃത്തയോ നസ്യോ കൃഷ്ണപാദാംബുജാശ്രയാഹ. ഞങ്ങൾക്ക് കൃഷ്ണനെ സ്നേഹിച്ച് മതിയായിട്ടില്ല ഇതേവരെ. ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ അന്നും കൃഷ്ണനെ സ്നേഹിക്കാറാവണം. എത്രയെത്ര ജന്മങ്ങളുണ്ടായാലും അന്നെല്ലാം കൃഷ്ണനോട് സ്നേഹം ഞങ്ങൾക്കുണ്ടാവണം. ഇത് സൗകര്യം പോലെ കൃഷ്ണനോട് പറഞ്ഞേക്കൂ. ഈ സമ്മാനം കൃഷ്ണന്, ഇത് രാമന്, ഇത് രോഹിണിക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം അനേകം സമ്മാനങ്ങൾ കൊണ്ടുവന്നു. അപ്പോഴേക്കും ഓരോരുത്തരിങ്ങനെ സമ്മാനം കൊണ്ടുവന്നു തുടങ്ങി. ഇത് കൃഷ്ണന് കൊടുക്കണേ, ഇത് ഞാൻ തന്നതാന്ന് പറഞ്ഞു കൊടുക്കണേ, ഇത് ഞാൻ തന്നതാന്ന് പറഞ്ഞു കൊടുക്കണേ. ഓരോരുത്തരും കൃഷ്ണന് വേണ്ടിയിട്ട് സമ്മാനങ്ങൾ കൊണ്ടുവന്നു. എല്ലാം ഉദ്ധവൻ സ്വീകരിച്ചു. അദ്ദേഹം അവിടുന്ന് യാത്രയായി. തേരവിടുന്ന് വിട്ടു. ഒരു 20 വാര തേരങ്ങോട്ട് ഓടിച്ചു. അത് കഴിഞ്ഞ് തേരൊന്ന് അവിടെ അങ്ങോട്ട് നിർത്തി. ഒന്നിങ്ങനെ പിന്നാക്കം തിരിഞ്ഞ് നോക്കി. അപ്പോഴും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ മുഖത്ത് നോക്കി കൈയൊന്നിങ്ങനെ വീശി അദ്ദേഹം തേരവിടുന്ന് വിട്ടു. പോരണ വഴിക്ക് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഈ വൃന്ദാവനവാസികൾക്ക്, വിശേഷിച്ച് ഗോപസ്ത്രീകൾക്ക് കൃഷ്ണനോട് എന്തുമാത്രം സ്നേഹം. ഇവരെയൊക്കെ കണ്ടാ തൊഴണം. ഇവര് ചവിട്ടി നടന്ന പാദരേണുക്കൾക്ക് നമസ്കരിക്കണം.
ഉദ്ധവൻ മനസ്സുകൊണ്ട് നമസ്കരിച്ചു. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണും അഭീക്ഷ്ണശഃ യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം. ഏത് ഗോപസ്ത്രീകളുടെ ശ്രീകൃഷ്ണകഥാഗാനം കൊണ്ട് അന്തരീക്ഷം പരിശുദ്ധമായിത്തീരുന്നു, ആ ഗോപികളുടെ പാദരേണുവിനെ ഞാൻ വന്ദിക്കുന്നു. ഇതാണ് ഉദ്ധവന്റെ മഹിമ. ഈ യഥാർത്ഥ ഭക്തിയുള്ളവർക്ക് മറ്റുള്ളവരുടെ ഭക്തി കാണുമ്പോൾ അവരോട് ബഹുമാനം തോന്നും. യഥാർത്ഥ ഭക്തി ഇല്ലാത്ത ആളുകൾക്കോ മറ്റുള്ളവരുടെ ഭക്തി കാണുമ്പോൾ പുച്ഛം തോന്നും. ഇതൊക്കെ വെറും ഗോഷ്ഠിയാന്ന് തോന്നും. ഗോപസ്ത്രീകളുടെ ഈ ശ്രീകൃഷ്ണ പ്രേമവും അവരുടെ ഓരോ ചേഷ്ടകളും കണ്ടപ്പോൾ അവരോട് ബഹുമാനം തോന്നി ഉദ്ധവന്. വിനയം ഉള്ളവർക്കേ ഈ ബഹുമാനം തോന്നുള്ളൂ. അദ്ദേഹം ഈ സമ്മാനവും ഒക്കെ ആയിട്ട് തിരിച്ചു വന്നു, ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു. ഭഗവാൻ പിന്നെ ആലോചിച്ചു, ഇനി ആരൊക്കെയാണ് തന്നെ കാത്തിരിക്കുന്നത് എന്ന്. ആ വളവ് നിവർന്നിട്ടുള്ളവള് അവളുടെ അടുക്കിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഉദ്ധവനോടുകൂടി ആ സൈലന്ധ്രി ഗൃഹത്തിലേക്ക് അങ്ങോട്ട് ചെന്നു. അവള് ഭംഗിയായിട്ട് ഭഗവാനെ സൽക്കരിച്ചു. കുറച്ച് ദിവസം അവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അക്രൂരന്റെ ഗൃഹത്തിലേക്കും ചെന്നു. അവിടെയും കുറച്ച് ദിവസം താമസിച്ചു. അതിനിടയ്ക്ക് കേട്ടു പാണ്ഡവന്മാര് ദുര്യോധനാദികളെ ദ്രോഹമേറ്റ് വല്ലാതെ വിവശരായിരിക്കുന്നു എന്ന്. വിവരം അറിയാൻ വേണ്ടിയിട്ട് അക്രൂരനെ പറഞ്ഞയച്ചു. അക്രൂരൻ ഹസ്തിനപുരിയിൽ ചെന്നു, വിവരങ്ങളെല്ലാം ശേഖരിച്ചു. ഇക്കാലത്താണ് ഭീമസേനന് വിഷം കൊടുത്തതൊക്കെ. വിവരങ്ങളൊക്കെ ശേഖരിച്ചു. അന്ന് കുന്തിദേവി അക്രൂരനെ ഏൽപ്പിച്ചു ഒരു കാര്യം, കൃഷ്ണനോട് പറഞ്ഞേക്കൂ, 4 പുറവും ചെന്നായ്ക്കള്, അതിന്റെ നടുവിൽ ഒരു മാൻപേട, ആ മാൻപേടയുടെ സ്ഥിതി എന്താവും, അതാണ് ഇപ്പോ എന്റെ സ്ഥിതി എന്ന്. സാപത്നമധ്യേ ശോചന്തീം വൃഗാണാം ഹരിണീമിവ എന്ന് കൃഷ്ണനോട് പറഞ്ഞേക്കൂ എന്നാണ് കുന്തിദേവി പറഞ്ഞേൽപ്പിച്ചത്. വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. അക്രൂരൻ ധൃതരാഷ്ട്രരെയും കണ്ടു. എന്നിട്ട് കുറച്ചു നേരം ഉപദേശിച്ചു. സ്വന്തം മക്കളെയും പാണ്ഡുവിന്റെ മക്കളെയും ഒരുപോലെ കണക്കാക്കണം എന്നൊക്കെ. ധൃതരാഷ്ട്ര പതിവ് പോലെ ഞാനെന്താ ചെയ്യുക എന്നുള്ള മട്ടിൽ കൈ അങ്ങോട്ട് മലർത്തുകയും ചെയ്തു. അതാണ് അദ്ദേഹത്തിന്റെ സൂത്രം എന്ന് പറഞ്ഞാൽ. മഹാഭാരതത്തില് കാണാം, വേദവ്യാസ മഹർഷി ഇരുന്ന് ധൃതരാഷ്ട്രം ഇങ്ങനെ ഉപദേശിക്കുകയാണ്. ധർമ്മം അനുഷ്ഠിച്ചാൽ എന്താണ് ഗുണം, ധർമ്മം തെറ്റിച്ചാൽ എന്താണ് ദോഷം, ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധൃതരാഷ്ട്രർ പ്രതികരിച്ചു. എന്ത്? യഥാ ഭവാൻ വേത്തി തഥാസ്മി വേത്ത. അങ്ങയ്ക്കറിയാവുന്നതൊക്കെ എനിക്കും അറിയാം. അപ്പൊ നമ്മൾ തമ്മിൽ എന്താണ് പിന്നെ വ്യത്യാസം എന്നല്ലേ? അങ്ങയ്ക്ക് സ്വാർത്ഥമില്ല, എനിക്ക് സ്വാർത്ഥമുണ്ട്, ഇതെന്നെ വ്യത്യാസം. അപ്പോ നോക്കിക്കോളൂ. അപ്പൊ ധൃതരാഷ്ട്രർ പറഞ്ഞതും നമ്മുടെ സ്വഭാവം തമ്മിൽ ഇപ്പൊ എന്താ വ്യത്യാസം? ഏതായാലും ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് തീർച്ചയായി. അക്രൂരൻ അവിടുന്ന് തിരിച്ചു പോന്നു. ഇവിടെ വന്ന് ഭഗവാനോട് വിവരമൊക്കെ പറഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹം പാണ്ഡവന്മാർക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാലും ലൗകിക ദൃഷ്ടിയായി ഇപ്പോ മഥുരാപുരി വിട്ട് ശ്രീകൃഷ്ണന് മറ്റൊരു ദിക്കിലേക്ക് പോകാൻ വയ്യ. കാരണം അവിടെ അതിഭയങ്കരമായ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ആ യുദ്ധരംഗമാണ് അടുത്ത അധ്യായം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.